പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവര്, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ
എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വാഗ്ദാന നാട്ടിലേക്ക് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം പറഞ്ഞത്. ആദ്യ ദിവസം പറഞ്ഞത് ചെങ്കടൽ, രണ്ടാം ദിവസം പറഞ്ഞത് മരുഭൂമി, മൂന്നാം ദിവസം പറയാൻ പോണത് ജോർദാൻ. ജോർദാൻ കടക്കുന്നതിന് ഒരു ന്യായമുണ്ട്, ഒരു ആത്മീയമായ ഒരു അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ്. അതെല്ലാം അതിലൂടെ എല്ലാം ദൈവ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യത പ്രാപിക്കാനാണിത് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ നാടകത്തിൻ്റെ ഓരോ സീന് പോലെ അവതരിപ്പിക്കുകയല്ല ഇത് വാഗ്ദാനം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ഒന്നാണ് മൂന്നാമതാണ് യോർദാൻ. യോർദാൻ എന്താണ് ചെയ്യേണ്ടത്? യോർദാൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അടുത്ത് ജോഷി 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ കർത്താവിനെ തന്നെയാണ് സേവിക്കണതെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ പണ്ട് ഞാൻ കാട്ടൂർപ്പള്ളി ഇരിക്കുകയാണ്. കാരണം അച്ഛനവർക്ക് ധ്യാനഗുരുക്കന്മാർ പൊടിക്കൈ പറയണല്ല എൻ്റെ കണ്ണു തള്ളിപ്പോയൊരു. ഇപ്പം ഞാനിങ്ങനെ റോഡിരിക്കുകയാണ്, അത് കൊച്ചച്ഛനാണ്, 87. ഇപ്പോൾ ഒരു വല്യമ്മയുടെ മാല പോയി. ഇപ്പോൾ മാല പോയപ്പോൾ ഈ വല്യമ്മ അന്തൂരി സൂര്യാളൻ്റെ അടുത്ത്, ഇപ്പം ഞങ്ങളുടെ അവിടെ ഈ ക്രിസ്തുരാജ സന്നിധി എന്നും സംഭവം ഉണ്ട്. അവിടെ ഈ കർത്താവ് ക്രിസ്തുരാജിൻ്റെ രൂപം കുരിശെടുത്ത് സങ്കേതമാണത്. അപ്പം അവിടെ വന്ന് വലിയ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛ 2.25 പവൻ്റെ മാലയാണ് പോയത്. അപ്പോൾ ഇവർ വേറെ എവിടെയോ ഈ തെളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവർ ചെല്ലുമ്പോൾ ആ തെളിപ്പിക്കാൻ ആളവിടെ ഉണ്ടാകണമെന്ന്. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആരും മേനി നടുക്കുകയും ഞെളുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആഭിചാരം കൊടുകുത്തി മൂത്ത ആഭിചാരം ഏതാണ് വിശ്വാസം ഏതാണ് അറിയാൻ പാടില്ല ഒരു കാലം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല, എന്നാലും ഒരു അഴക്ക് ഇത്രയും ജന്മങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നേടിയെടുത്തതിനേക്കാളും വലിയ പ്രാധാന്യം നേരത്തെ നമ്മൾ കൊടുത്ത പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾക്ക് കൊടുക്കും നമ്മൾ. അതാണ് പറയുന്നത്. അതാണ് നേടിയെടുത്ത വാഗ്ദാന നാടല്ലേ. ആ വാഗ്ദാന നാടിനെക്കുറിച്ച് കിണിയാമണിയെ അറിയാൻ പാടില്ലാത്തവൻ ജോർദാൻ്റെ അക്കരെ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന ഫോളോ ചെയ്യണം. അവൻ പണ്ടത്തെ പോലെ ജോഷുവൊക്കെ വിറഞ്ഞിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി നടക്കത്തില്ല, നിങ്ങൾ ജോർദാൻ്റെ അക്കരെ നിന്നാൽ മതി, നദിക്ക് അക്കരെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ എന്നാ ചെയ്ത ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ വാഗ്ദാന നാട് അതിനു വേണ്ടിയുള്ള അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കട്ടനയുടെ നിലപാടെടുക്കണം. ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അത് ഈശോ വന്നപ്പോഴും ആ കട്ടൻ്റെ നിലപാടുകൾ വരുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സാത്താന്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും, എല്ലാ വിഷയങ്ങളും, സമീപനങ്ങൾ, ചെയ്തികൾ
ചെയ്വനകൾ, ചെയ്യുന്ന രീതികൾ എല്ലാം ഉപേക്ഷിക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മകന് 16 കൊല്ലം മുമ്പ് അവനൊരു ലോൺ എടുത്തപ്പോൾ അപ്പനിടയ്ക്ക് എന്ന് വീട് വെക്കാനുള്ള ഇത് എഴുതി മേടിച്ചായിരുന്നു. 10 സെൻറ്റാ മറ്റേ എഴുതി മേടിച്ചായിരുന്നു. ഇപ്പം അപ്പന് ഓർമ്മയൊക്കെ പോയി, അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ഇപ്പോൾ ഈ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും 4 മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. അതിലാരങ്ങനെ ആരൊന്നും പറഞ്ഞില്ല ചേട്ടാ. പക്ഷേ ഈ ആ അനിയന്മാരൊക്കെ വലിയ അവർക്കൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കണക്ക് അപ്പൻ ചെയ്തതല്ലേ, അപ്പൻ്റെ സ്വത്ത് ആ രീതി കണ്ട്. പക്ഷെ എന്നാലും ചേട്ടായിക്ക് പറയാൻ വരുന്നു എന്താണ്, അപ്പോൾ എനിക്ക് 10 സെൻറ്റ് അപ്പം നേരത്തെ തന്നിട്ടുള്ളതാണ്, ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് ഇയാൾ പറയത്തില്ല. ഉടമ്പടിയിലാണ് 8 പുതുക്കിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ അണ്ണം പറയത്തില്ല. അതെന്താണ്, ഈ പഴയ പഴയ വഞ്ചനയും ചതിയും പറ്റിപ്പും ആ വിഗ്രഹം ഇപ്പോഴും ഇയാളുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ട് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ദൈവാനുഗ്രഹം പ്രവേശിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോഷുവ പറയണത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വഭാവമാണിത്. കള്ളത്തരവും വഞ്ചനയും ചതിയും മറ്റുള്ളവരുടെ സാധനം ഒപ്പിച്ചും പറ്റിച്ചും ഒക്കെ എടുക്കുക. അത് ഈ നദിക്ക് അക്കരെ മാറ്റണം. നിങ്ങൾ പോയാലൊരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ ഏറ്റവും കട്ടൻ്റെ നിലപാടാണ്. ഇതൊരു നിലപാടാണ്. ഇത് നിലപാട് മുന്നോട്ട് പോകും തോറും നമ്മൾ വാഗ്ദാന നാടൻ്റെ പ്രാപിക്കുക മാത്രമല്ല, അവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. മാതാവിൻ്റെ പ്രതീക്ഷീകരണ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ ആൾത്താരയിൽ നിർത്തിയതിന് കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള ആയവന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 30/6/2025 അപ്പോൾ അന്ന് ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു ജോലിയില്ലായിരുന്നു. മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ എന്തോ പണി ഒക്കെ ആയതുകൊണ്ട് കുറേ നാളത്തേക്ക് ഒരു 10-15 ദിവസത്തോളം ജോലിയില്ലാതെ വിഷമിച്ചു. അപ്പോൾ കുട്ടികളുടെ ഫീസ്, അങ്ങനെ വീട്ടു ചിലവ്, എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്തൊന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു ജോലി വേണം, പിന്നെ വീടിൻ്റെ അടുത്താണ്, ഡെയിലി വന്ന് പോകാവുന്ന ദൂരത്തിൽ ആയിരിക്കണം ജോലിയെന്ന് മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ 15 മിനിറ്റുള്ളൂ വീട്ടിൽ നിന്ന് പണി സ്ഥലത്തേക്ക് പോകാൻ. അത്രയും ദൂരത്തിൽ മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും. ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ലായിരുന്നു. മുട്ടുകുത്തി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അതുപോലെ അത്രയും അടുത്ത് മാതാവ് എൻ്റെ ഭർത്താവിന് ജോലി തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷ. ഞാൻ കുറേ നാളായിരുന്നു കേട്ടറ്റ് പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. 7 തവണ ഞാൻ കേട്ടറ്റ് പരീക്ഷ എഴുതി, പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അവിടെ പരീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പം എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കെല്ലാം ഞാൻ മറന്നു പോവുക, പിന്നെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ കേട്ടറ്റ് പരീക്ഷയിൽ ജയിപ്പിക്കണം. എൻ്റെ കഴിവ് കൊണ്ട് അതെനിക്ക് പാസ്സായി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ആ പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി എവിടെയെങ്കിലും കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ കൊണ്ട് കാണിച്ചു കേട്ടറ്റ് പരീക്ഷയിൽ. ഇനി ഞാൻ ഒരു പരീക്ഷ എഴുതത്തില്ലെന്ന് മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി ഉപ്പുമായിട്ട് ക്ലാസ്സിൽ പോയി. ഞാൻ ഇരുന്ന സ്ഥലത്ത് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ ബാക്കി വെച്ചു. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്തും ആൻസർ ഷീറ്റ് എഴുതാൻ കിട്ടിയ പേപ്പറിലും മുകളിലും ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ പഴയതുപോലെ തന്നെ എനിക്ക്
എല്ലാത്തിനൊന്നും ആൻസർ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഓരോ ക്വസ്റ്റ്യനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആൻസർ എഴുതാൻ പോവാ. മാതാവ് എനിക്ക് കാണിച്ചു തരണം, അതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് എനിക്ക് മാതാവ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച്, ഉത്തരവൊന്നും എനിക്കറിയില്ല, ക്വസ്റ്റ്യൻസും ഞാൻ കറക്റ്റായിട്ട് വായിച്ചോന്നും അറിയില്ല. പക്ഷേ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഒന്നാമത്തെ ആൻസർ ഏതാ, ആ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് മനസ്സിൽ എൻ്റെ മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് 150 ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും പരീക്ഷ നല്ല എളുപ്പമായിരുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് മാതാവിനോട് പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് കേട്ടിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആൻസർ കീ നെറ്റിൽ വന്നു. ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 75 മാർക്കേ ഉള്ളൂ. 82 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്കിത് കിട്ടത്തില്ല. എന്നാലും മാതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ജപമാലയിൽ എൻ്റെ കേട്ടറ്റ് പരീക്ഷയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ജൂണിൽ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. അപ്പം ഞാൻ നെറ്റിൽ എനിക്ക് പേടിയായിരുന്നു നോക്കാൻ, കാരണം ഇപ്രാവശ്യം ഫെയിൽഡെന്ന് കാണാൻ എനിക്ക് പറ്റത്തില്ല മാതാവേ, ഈ പ്രാവശ്യം കൂടി എനിക്ക് കേട്ടറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എഴുതില്ലെന്ന് മാതാവിനോട് പറഞ്ഞു. അത് റിസൾട്ട് വന്ന് നെറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ റോൾ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കൈ പിടിച്ച് ഉപ്പ് കഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെറ്റി പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് ഞാൻ കണ്ണടച്ചിരുന്നു. കണ്ണടച്ച് തുറന്നു കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് പാസ്ഡ് എന്നാണ് കണ്ടത്. മാതാവ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടിട്ട് പരീക്ഷയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു 82 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്ത 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരും താമസിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു വീടെടുത്ത് വാടകയ്ക്കായാലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ ചിലപ്പം അവിടുത്തെ ഓണർ പറയും അത് ശരിയല്ല, അങ്ങനെ സൗകര്യങ്ങളൊക്കെ കുറവാണ്, നിങ്ങൾ വേറെ നോക്കിക്കോളാൻ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ എന്താ പറയണതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും ഹസ്ബൻഡും കൂടി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നിനക്ക് എന്താണോ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നി നിനക്ക് എന്താണോ കരുതി വെച്ചിരുന്നത് അത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിരിക്കും ഞാൻ നിനക്ക് തരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കിതിലും നല്ലത് എന്തോ തരാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ട് നടക്കണേന്ന് പറഞ്ഞു. ഒരു വാടക വീട്ടിലും ഞങ്ങളെ മാതാവ് കിടത്തിയില്ല. അത് 2 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടി കഴിഞ്ഞേ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൂടി ഒരു വീട് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വീട് പോയി കണ്ടു. അപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ല, 10 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 1 സെൻറ്റ് സ്ഥലവും ഭൂമിയും ഇല്ല. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പേരിൽ 1 സെൻറ്റ് സ്ഥലം ഭൂമി ഇല്ല തിരിക്കുന്നത്, ഞങ്ങൾക്ക് ചെറുതാണേലും ഒരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. അന്ന് ഞങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ വീടിനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല, മാതാവിൽ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷെ ആ പണികൾക്കുള്ള പൈസയും ഇതൊക്കെ എവിടുന്നാ മാതാവ് ഞങ്ങൾക്ക് തന്നേന്നറിയില്ല. ഓരോ ദിവസം ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. നാളെ എന്ത് ചെയ്യും എന്ന് ഒരിക്കലും ഞങ്ങൾ ആലോചിച്ചില്ല. എല്ലാ ദിവസവും ജപമാലയിൽ നിയോഗം വെച്ചു, നാളത്തെ ഞങ്ങളുടെ പണി നന്നായിരിക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ആ പണികൾക്കുള്ള പൈസയും എല്ലാം തന്നു. ഉടമ്പടി ഉപ്പും വെഞ്ചരിച്ച് അതിനകത്ത് തൈലവും ഒക്കെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നെറ്റിയിൽ കുരിശ് വരയ്ക്കും. വീടിൻ്റെ അവിടെ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച വീടിൻ്റെ 4 ചുവരുകളിലും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവ് എനിക്കുള്ളതാണെങ്കിൽ എനിക്കിത് നീ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരു ദിവസം ഞങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇത് തരാം വിൽക്കാം ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞങ്ങളോർത്ത് ഇതും ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി ഒരു ദിവസം മാതാവ് ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി, ഇത് നിനക്കുള്ള വീടാണ്, ഇത് ഞാൻ നിനക്ക് തന്നെ തരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ ആരും കണ്ടില്ല. അപ്പം തന്നെ ഞാൻ ഓടി കൃപാസനം മാതാവിൻ്റെ രൂപത്തിൽ പോയി നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എനിക്കുള്ളതാണെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് തന്നെ തരുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ വീടിൻ്റെ
പണി തുടങ്ങി. അത്യാവശ്യം എല്ലാം ഒരുവിധം പണികളെല്ലാം ഞാൻ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വെഞ്ചരിച്ച് വീട്ടിൽ കയറണം. പക്ഷെ അത് മാതാവിൻ്റെ ദിവസം തന്നെ, ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ എനിക്ക് കയറണം എന്ന് പറഞ്ഞു. മാതാവ് അപ്പം എനിക്ക് ഈ ജൂൺ 16 ചൊവ്വാഴ്ച എൻ്റെ വീട്ടിൽ വെഞ്ചരിച്ച് കയറാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും 3 കെട്ട് പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും. എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. കുറേ പേരൊന്നും വാങ്ങിക്കത്തില്ല. പക്ഷെ വാങ്ങിച്ചില്ലെങ്കിലും അതൊന്ന് മനസ്സിന് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, എനിക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഉടമ്പടി തൈലും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കുരിശ് വരച്ച് പത്രത്തിലും കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാനത് ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൽ പത്രം ഉണ്ടാവും. ആരെ കണ്ടാലും ഞാനത് കൊടുക്കും. അത് കൊടുത്ത് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ആത്മീയ ജീവിതത്തിലാണെങ്കിലും എല്ലാ ദിവസവും ജപമാല ഞങ്ങൾ മുടക്കാറില്ല. ജപമാല ചെല്ലാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഞങ്ങൾക്കിപ്പം. മാതാവ് എന്ത് കാര്യത്തിനും ഒന്ന് വിളിച്ച മാതാവ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, 101% ഉറപ്പാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മാതാവ് നമുക്കുള്ളതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ് മാത്രമേ മാതാവ് നമുക്ക് തരത്തുള്ളൂ. അത് ഞങ്ങൾക്ക് 100% വിശ്വാസമായി. എൻ്റെ മക്കൾക്കും അതെ, ഹസ്ബൻഡിനും അതെ. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. ഈശോനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ കുർബാന കാണുന്നുണ്ടെങ്കിൽ അത് ഈശോനെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണം എന്നൊരു ചിന്ത തന്നെയാണ് ഇപ്പോൾ എപ്പോഴും മനസ്സിൽ. മാതാവിനും ഈ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 33 വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് സൗമ്യ ശ്രീലാൽ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികൾ, ജീവിത പങ്കാളിക്ക് സ്ഥിരമായ ഒരു ജോലിയും അത് വീടിനടുത്ത് തന്നെ അത് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസപൂർവ്വമുള്ള കേറ്ററ്റ് പരീക്ഷയും അത് 7 തവണ എഴുതിയെങ്കിലും അതിൽ ഫെയിലാവുകയാണ്. എന്നാൽ 8ാം പ്രാവശ്യം എഴുതുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഉടമ്പടി നേർച്ച വസ്തുക്കളാണെങ്കിലും ഓരോ ക്വസ്റ്റ്യന് അതിനു മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകള് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയത്. എന്നാൽ തൻ്റെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ കൃപയാലാണെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ കേറ്ററ്റ് പരീക്ഷ ഈ മകൾക്ക് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ സ്വപ്നമായ ഒരു സ്വന്തമായിട്ടുള്ള വീടുകളും പല വിധത്തിൽ വാടക വീടുകൾ അന്വേഷിച്ചു പോയെങ്കിലും അവസാനം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഇവർക്ക് പൂർണ്ണമായിട്ടൊരു സ്വന്തമായ വീട് വാങ്ങിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു നല്ല വീട്ടിലേക്ക് താമസിക്കാനൊക്കെ സാധിക്കുകയും ചെയ്ത് ഉടമ്പടിയോട് ചേർന്നുള്ള അവരുടെ ജീവിതം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇമ്മയുടെ വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു, ഓരോ ദിനവും കുർബാന കൂടുമ്പോൾ അത് ഈശോയെ സ്വീകരിച്ച് വേണം കടന്നു പോകുവാനായിട്ട്. അത് തന്നെയാണ് ഇമ്മകളുടെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇവിടെ ജീവിതത്തെയും കുടുംബത്തെയും ജീവിത നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് ഇനിയുള്ള ദിനങ്ങളും അനുഗ്രഹിക്കട്ടെ എന്നും, ഒപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും മാറ്റണമേ എന്ന് നമുക്ക് വിശ്വാസപൂർവ്വം. താവിയോ, എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ പ്രൊഫഷൻ സോഷ്യൽ വർക്കാണ്. ഞാൻ കാനഡയിൽ ആൽബർട്ട എന്ന പ്രൊവിൻസിൽ ബിഹേവിയർ സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്. എനിക്ക് കലസ്റ്ററായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു. ഞാൻ 2019 ഒരു തവണ ഉടമ്പടി എടുത്തതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റേതായ കാരണത്താൽ ഞാനത് ഉഴപ്പിക്കളയുകയും അന്ന് എനിക്ക് ഈ വയറുവേദനയുടെ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാനിതൊന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ഞാൻ വർക്ക് പ്ലേസിലായിരിക്കും എനിക്ക് കലസ്റ്ററായിട്ടുള്ള വയറുവേദന ഉണ്ടായി.
ഞാൻ ആദ്യം അത് കുഴപ്പമില്ലെന്ന് ഓർത്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് വെള്ളം പോലും കുടിക്കത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും അപ്പം തന്നെ വയറുവേദന. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് 12 മണിക്കൂർ ഷിഫ്റ്റാണ്. ഷിഫ്റ്റൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് എൻ്റെ കൂടെയുള്ള ക്ലയൻറ്റ്സ് അവർ എന്തെങ്കിലും ഇത് കാണിച്ച് കഴിയുമ്പം അവരോടാണെങ്കിലും എനിക്ക് ശരിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പൊളഞ്ഞ് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് നാട്ടിലോട്ട് വരാൻ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് TRV എന്ന് പറയുന്നൊരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നാട്ടിലോട്ടും വരാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പം സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ലോ എന്നോർത്ത് അന്ന് തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ പറയുകയും ഞാൻ അന്ന് തൊട്ട് തേനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഉടമ്പടിക്ക് ഇത് പുതുക്കുമ്പോൾ ഇനി വെക്കാവോ, ഞാൻ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പം നന്നായിട്ട് ഉടമ്പടി എടുത്തോളാം, എന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ ഉടമ്പടി എടുത്തു. ഒരു 4 ദിവസം കൊണ്ട് എൻ്റെ വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എനിക്ക് പിന്നെ അതെന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല. അത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കിതുവരെയും വയറിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ പണ്ട് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും പിന്നെ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ അച്ഛന്മാരുടെ ടോക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ പാരീഷിൽ തന്നെയുള്ള അച്ഛന്മാരുടെ കൂടെ ഞാൻ അടിമാലിയിൽ നിന്ന് നടന്ന് കുറവിലങ്ങാട് മലയാറ്റൂർ അങ്ങോട്ടൊക്കെ അച്ഛന്മാരുടെ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടൊക്കെ ഇരുന്നതാണ്. പിന്നെ ഉടമ്പടി തന്നെ നിന്ന് ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനൊരു വന്നു കഴിഞ്ഞിട്ടൊരു ധ്യാനത്തിന് കൂടിയായിരുന്നു. ഞാൻ ഉടമ്പടി പിന്നെയും എടുത്തു. മാർച്ച് 3 പിന്നെയും വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് പകുതിയായപ്പോൾ കട്ടപ്പനയിലൊരു ധ്യാനത്തിന് പോയി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ ചരലിൽ മുട്ടുകുത്തി രാത്രിയിൽ ഒരു കൊന്തയിലിട്ടാണ് ഞാൻ കിടക്കുന്നത്. ആദ്യം എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ഒരു ചെല്ലുമ്പം എനിക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. ഈ അനുഗ്രഹം തന്ന ദൈവമാതാവിന് എനിക്ക് പിന്നെയും ആരോഗ്യവും എനിക്കിനിയും മാതാവിന് വേണ്ടി ഇനിയും സാക്ഷ്യങ്ങൾ പറയാൻ എനിക്കിനിയും എന്നെ ആരോഗ്യത്തോടെ നയിക്കുന്ന അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വയ്യാത്തവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പൈസയൊന്നും മേടിക്കത്തില്ല. ഞാൻ എൻ്റെ തന്നെ വണ്ടിയിൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ വയ്യാത്തവരെ ഞാൻ പോയി കാണുകയും അതുപോലെ തന്നെ എന്നാലാവുന്ന വിധത്തിൽ എനിക്ക് പണ്ട് തൊട്ട് ജോലി ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഭാഗത്തിൽ നിന്ന് ഞാൻ ദശാംശമായിട്ട് കൊടുക്കുമായിരുന്നു. അമ്മയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് ഞാൻ അത് വേറെ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. എനിക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ അത്ര അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പം എവിടെയും എവിടെയും ആരും കാണപ്പെടാണ്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് ഞാൻ ഒത്തിരി ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടിക്കിട്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. ഇടുക്കി ജില്ലയിലെ ഇരുമ്പുപാലം ഇടവക സെൻറ് ആനീസ് ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്നു. എൻ്റെ പേര് സിസി ഫ്രാൻസിസ്. ഇത് എൻ്റെ മോൻ സാവിയോ ഫ്രാൻസിസ്. എനിക്ക് 6 വർഷത്തോളമായിട്ട് എനിക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ദേഹം മുഴുവൻ ചൊറിഞ്ഞടിക്കുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ഒത്തിരി മരുന്ന് ഉപയോഗിച്ചിട്ട് മാറാത്തതിന് വേണ്ടി അവസാനം ഞാൻ ആ മരുന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായും മാറി. ഈശോ എനിക്ക് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ ഷോൾഡറിന് ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് 1 കിലോ സാധനം പോലും ആ കൈ കൊണ്ട് എടുക്കാൻ പാടില്ലായിരുന്നു. ആ വശം വെച്ച് ചെരിഞ്ഞ് കിടക്കാൻ എനിക്ക് പാടില്ലായിരുന്നു. ഒരു കാര്യം ആ കൈ കൊണ്ട് ചെയ്യാൻ എനിക്ക് പാടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിനോട് MRI എടുക്കാൻ പറഞ്ഞു. അപ്പോൾ MRI എടുക്കാൻ എനിക്ക് പൊതുവെ പേടിയായതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാതെ ഞാൻ വന്നിട്ട് എന്നും കുളി കഴിഞ്ഞിട്ട് മാതാവിൻ്റെ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് ആ കൈ കൊണ്ട് എൻ്റെ മറ്റേ കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാം. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ബക്കറ്റ് നിറച്ച് വെള്ളം ആ കൈ കൊണ്ട് കോരിയെടുക്കും. പിന്നെ എനിക്ക് ആ ഭാഗം വെച്ച് കിടക്കാനും സാധിക്കും. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല. സിസി എന്ന ഈ അമ്മയും മകനും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിത വിഷയങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. വളരെ സവിശേഷമായി മകൻ കടന്നുപോയ വേദനയും വയറുവേദനയും ശാരീരിക അസ്വസ്ഥതകളും ജോലിയെടുക്കുവാനാവാത്ത പ്രയാസങ്ങളും ഒക്കെ മകൻ പങ്കുവച്ചു. മകൻ്റെ ക്ലേശങ്ങൾക്കപ്പുറം മകന് ലഭിച്ച ഒരു ആത്മീയ ജീവിതമാണ് മകൻ്റെ ആസ്തി എന്ന് പറയുന്നത്.
അമ്മ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മകൻ്റെ ആ രോഗക്ലേശങ്ങളെ എഴുതി വയ്ക്കുമ്പോൾ തന്നെ മകന് ഉടനടി സൗഖ്യം ലഭിക്കുന്നത് നമ്മൾ വാക്കുകളിലൂടെ കേട്ടതാണ്. എന്നാൽ ഒരു സൗഖ്യം കിട്ടുമ്പോൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുകയല്ല, കൂടുതൽ ആത്മീയമായ ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന മകനെയാണ് നാം കാണുന്നത്. അവൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ, ആത്മീയ ജീവിതം ബലപ്പെടുന്നു. അവൻ കൃത്യമായും അവന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ദശാംശം സ്നേഹത്തിനും സന്തോഷത്തോടെയും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുന്നു. അതോടൊപ്പം അമ്മ മാതാവിനെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്കിടയിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ആരും ഇല്ലാത്തവരെ, ക്ലേശിക്കുന്നവരെ എൻ്റെ വാഹനത്തിൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകും. ആരും സഹായിക്കാനില്ലാത്തവർക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ സഹായം ചെയ്യും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു അവസരത്തെയും ഞാനത് പാഴാക്കി കളയാറില്ല. എൻ്റെ പള്ളിയിലെ അച്ഛന്മാരോടൊപ്പം ദീർഘദൂരം നടന്ന് ഞാൻ തീർത്ഥാടനങ്ങളിലേക്ക് പോകുവാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഓരോ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ പോലും അല്പം കൂടി പരിത്യാഗം ആവശ്യമുണ്ടെന്ന് കണ്ടുകൊണ്ട് പാപപരിഹാരത്തിൻ്റെ നല്ലൊരു രീതി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട്. അതൊരു ഭാരമോ വേദനയോ അല്ല, അത് കൂടുതൽ ആശ്വാസവും ഉണർവും എൻ്റെ ആത്മീയ ജീവിതത്തിന് നൽകുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മീയ ബലമുള്ള മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളെ ജഡിക ആസക്തികളിൽ നിന്നും പുറകോട്ട് മാറ്റുകയും ദൈവമനുഷ്യൻ നമ്മളിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഉടമ്പടി വൃത്തിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഉടനടി പരിഹാരം നൽകിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി തരികയാണ്. അമ്മ മാതാവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതും അമ്മയുടെ സംരക്ഷണയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ഉടമ്പടി വലിയ ഭാരപ്പെട്ടൊരു കാര്യമായിട്ടല്ല, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷകരമായ ജീവിത വഴിയായിട്ട് നമ്മൾ കാണുമ്പോൾ ഉടമ്പടി ജീവിക്കുവാൻ, ഉടമ്പടിയുടെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ, ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ, കാരുണ്യ പ്രവൃത്തികളിലൂടെ അനാഥർക്കും രോഗികൾക്കും ക്ലേശിതർക്കും നമ്മളൊരു കൈത്താങ്ങാകുവാൻ നമുക്കെപ്പോഴും സന്തോഷമായിരിക്കും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഉടമ്പടി നമ്മളെ അനുദിനം സഹായിക്കട്ടെ. ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ